ന്യൂസ് മലയാളം പുറത്തുവിട്ട PSC ക്രമക്കേട് വാർത്തയിൽ സമഗ്ര അന്വേഷണത്തിനൊരുങ്ങിയ സർക്കാർ. PSCയുടെ ആഭ്യന്തര അന്വേഷണത്തിന് പുറമെ വിശദാന്വേഷണത്തിൽ തീരുമാനമെടുക്കാൻ AGയോട് നിയമോപദേശം തേടി. KAS ഉൾപ്പെടെ LDF സർക്കാരിന്റെ കാലത്തെ എല്ലാ റാങ്ക് ലിസ്റ്റുകളും പരിശോധിക്കണമെന്ന് മന്ത്രി OJ ജനീഷ് ആവശ്യപ്പെട്ടു. ആഭ്യന്തര അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും സർക്കാർ അന്വേഷണം വേണമെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഇതിനിടെ ആഭ്യന്തര അന്വേഷണ ചുമതലയുള്ള വിജിലൻസ് SP-ക്ക് PSC അന്വേഷണ ഉത്തരവ് കൈമാറി. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ് ഇമ്പാക്ട്. ന്യൂസ് മലയാളം പുറത്തുകൊണ്ടുവന്ന പരീക്ഷാ ക്രമക്കേട് വാർത്തകൾക്ക് പിന്നാലെയാണ് PSCക്കും സർക്കാരിനുമെതിരെ സമ്മർദ്ദം ശക്തമാകുന്നത്. PSCയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് മന്ത്രി OJ ജനീഷ് ആവശ്യപ്പെട്ടു. ക്രമക്കേട് കണ്ടെത്തിയ തസ്തികയിലെ നിയമനങ്ങൾ റദ്ദാക്കണമെന്നും മുൻ സർക്കാരിന്റെ കാലത്ത് നടത്തിയ KAS അടക്കമുള്ള പല പ്രമുഖ പരീക്ഷകളിലെയും റാങ്ക് ലിസ്റ്റുകൾ സ്ക്രീനിംഗ് നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. വളരെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സംസ്ഥാന ഗവൺമെന്റിന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ ഇന്ന് കണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമായി സർവീസിൽ കയറിയ 1-ാം റാങ്കുകാരൻ ഇടത് സംഘടനയുടെ സജീവ പ്രവർത്തകനും നേതാവുമായ ഒരാൾ കൂടിയാണ്. ഇപ്പോൾ 10 ഉത്തരങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തിയിരുന്നെങ്കിൽ ഈ റാങ്ക് പട്ടികയിൽ സ്വാഭാവികമായും ഒരു വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. മൂല്യനിർണ്ണയത്തിലെ പിഴവും പിന്നിലെ ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരാൻ PSCയുടെ ആഭ്യന്തര അന്വേഷണത്തിന് പരിമിതിയുണ്ടെന്നാണ് സർക്കാരിന്റെയും വിലയിരുത്തൽ. രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾക്ക് ലഭിച്ച അവിഹിത ആനുകൂല്യങ്ങൾ കണ്ടെത്താൻ വിശദമായ അന്വേഷണം അനിവാര്യമാണെന്ന അഭിപ്രായത്തിലാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും. PSCയുടെയും സർക്കാരിന്റെയും വിശ്വാസ്യത നിലനിർത്താൻ ഉന്നതതല അന്വേഷണം വേണമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് AGയോട് നിയമോപദേശം തേടിയത്. അതേസമയം നേരത്തെ പ്രഖ്യാപിച്ച ആഭ്യന്തര വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് PSCയുടെ തീരുമാനം. അന്വേഷണ ചുമതലയുള്ള SP സിനിയഫ് ഡെന്നിസിന് അന്വേഷണ ഉത്തരവ് കൈമാറി. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാൻ കോർഡിനേഷൻ ഡിവിഷൻ, ചീഫ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ എന്നീ തസ്തികകളിലേക്കുള്ള പരീക്ഷയിലാണ് അട്ടിമറി കണ്ടെത്തിയത്. 100 മാർക്കിന്റെ പരീക്ഷയിൽ 58 മാർക്കിനും മൂല്യനിർണ്ണയം നടത്താതെയാണ് PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നിയമന ശുപാർശകൾ നൽകിയത്. സംഭവത്തിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ PSCക്കും സർക്കാരിനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.